സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ബാക്ക് പെയിൻ കാരണമാണ്. അയ്യോ, ബാക്ക് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അതായത് സ്ട്രെയിറ്റ് ഇപ്പോൾ ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ സൈഡ് കിടന്നാൽ കുഴപ്പമില്ല, പക്ഷെ സ്ട്രെയിറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ രണ്ടാൾ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഭയങ്കര ബാക്ക് പെയിനാണ്. എനിക്ക് ഒരു കണക്കിനത് സഹിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ എപ്പിഡ്യൂറലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പിഡ്യൂറലിൻ്റെ ആ ഒരു പോയിന്റിൽ നമുക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ ആയപ്പോൾ ഞാൻ പേടിച്ച് പോയി. അയ്യോ, എനിക്കിനി ഈ ബാക്ക് പെയിൻ മാറൂലേ, അല്ലെങ്കിൽ എനിക്കിനി ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ലേ, അങ്ങനെ വെച്ച് ഞാൻ ഭയങ്കര കൺസേൺഡായി. ആ ബാക്ക് പെയിൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിച്ച് പോയി. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ, അതായത് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാവുന്നു, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലേ എന്ന് ഞാൻ അവിടെ ചോദിച്ചു. പക്ഷേ അപ്പോൾ അവരത് കറക്റ്റായിട്ട് അവരെന്നോട് പറഞ്ഞു, ഇന്നെന്ന കിഴികൾ നമുക്കെടുക്കുക, ഇന്നെന്ന കാര്യങ്ങൾ നമുക്കെടുക്കുക, അപ്പം റെഡി ആവുമെന്ന്. പക്ഷെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇത്രയും ദിവസം ഒരു കിഴി കാര്യങ്ങൾ എടുത്തതുകൊണ്ട് ഇത്രയും സിവിയറായിട്ടുള്ള ബാക്ക് പെയിൻ മാറുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എടുത്തിരുന്നു, മുട്ടുവേദനയ്ക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു, സമേത ഉള്ളിയേരിന്ന് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല ചേഞ്ച് ഉണ്ട്, പെട്ടെന്ന് തന്നെ മാറി എന്നുള്ളത്. അതായത് അമ്മയ്ക്ക് അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കുമ്പോഴും മുട്ടുവേദനയൊക്കെ. അങ്ങനത്തെ ആളിപ്പോൾ കുഞ്ഞിനെ കൊണ്ടിട്ട് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ വിചാരിച്ചിട്ടോ അത്ര പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് വരാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാനൊരു 21 days പാക്കേജ് ആയിരുന്നു എടുത്തത്. അപ്പം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ഞാനിപ്പം റീസെൻ്റായിട്ട് ഡാൻസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിലൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നോർമലായിരുന്നോ അല്ലെങ്കിൽ സിസേറിയൻ ആയിരുന്നോ എന്നുള്ളത്. എനിക്ക് നോർമലായിരുന്നു, എന്നിട്ടും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് എനിക്കത് അത്രയും ആ ഒരു കുഞ്ഞിൻ്റെ 28 ആയപ്പോഴത്തേക്ക് എനിക്ക് അത്രയും റിക്കവറായി, അത്രയും ചേഞ്ച് വന്നു. അവരെനിക്ക് പെയിൻ റിലീഫ് ഓയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കിഴിയാണ് മെയിനായിട്ട് കിഴി കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഇതിപ്പോൾ ഞാനൊരു പ്രൊമോഷനായിട്ടോ ഇതായിട്ടോ എനിക്ക് പറയല്ല, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. ആൻഡ് ഭയങ്കര താങ്ക്ഫുള്ളാണ് സമേതനോട്. എനിക്ക് അത്രയും എന്താ പറയുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇനിയെന്ന് വരെ ഞാൻ ചിന്തിച്ച എനിക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അപ്പം സമേതയിൽ നിങ്ങൾക്ക് അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പ്രസവരക്ഷ മാത്രമല്ല കേട്ടുള്ളത്, അല്ലാതെ ഇപ്പോൾ നമുക്ക് ബാക്ക് പെയിനൊക്കെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതേപോലെ തന്നെ റെജുവിനേഷൻ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഡോക്ടറോട് കൺസേൺ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞുതരും.